നമ്മൾ പലപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ തിരുമനസ്സുപോലെ നിറവേറ്റ എന്നൊക്കെ പറയും. അത് രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? വേറെ നിവൃത്തിയില്ലാണ്ടോ, വേറെ നിവൃത്തിയില്ല, വേറൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന ആളുകളുണ്ട്. വേറൊരു വിഭാഗം ആളുകളുണ്ട് സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന ആളുകൾ. നമ്മൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് പെടേണ്ടത്. നിവൃത്തിയില്ലാതെ വരുമ്പോൾ പെറുപിറുത്തുകൊണ്ട് ദൈവത്തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന ആളുകളാകരുത് നമ്മൾ. ഞാനൊരിക്കൽ ഒരു ഇടവകയിൽ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഒരു വീട്ടിൽ തളർവാത രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു രോഗിയെ കണ്ടു. ഞാൻ രോഗിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ഒരു 70 വയസ്സായ ഒരു ചേട്ടനാണ്, ഒരു കുടുംബനാഥനാണ്. അപ്പോൾ തളർവാത രോഗം പിടിപെട്ടു, തീരെ കിടപ്പിലായി, വളരെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെന്നത്. പക്ഷെ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ആ മനുഷ്യൻ പറയായിരുന്നു, അച്ഛാ, ഞാനവിടെ വികാരിച്ചനാണ്, അച്ഛാ, ഞാൻ എൻ്റെ 3 മക്കളെ കെട്ടിച്ചു, ഒത്തിരിയേറെ പ്രവർത്തിച്ചു, കണ്ടോ, ദൈവം എനിക്കതിന് കുറച്ച് നാൾ വിശ്രമിക്കാൻ അവസരം തന്നിരിക്കുന്നു. തളർവാത രോഗത്തെ വിശ്രമിക്കാൻ ദൈവം തന്ന അവസരമായി കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന ഒരു വ്യക്തിയെ ഞാൻ ആ വീട്ടിൽ കണ്ടു.